അതിഥി ദേവോ ഭവ എന്നതാണല്ലോ നമ്മുടെ ഭാരത സംസ്കാരം. അതിഥികളെ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കുറേ ടീം നമുക്കിട്ട് പണിതിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ അതിഥികളായിട്ട് വന്നിട്ട് പിന്നെ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ കുറേ പേരുണ്ടാവും. പിന്നെ അവരെ ഉണ്ടാവുള്ളൂ, നമ്മൾ ഉണ്ടാവൂല. നമസ്കാരം, വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഇപ്പൊ തന്നെ നിങ്ങളിൽ ചിലർ വിചാരിക്കും എന്താ പെട്ടെന്ന് ഒരു അതിഥികളെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നതെന്ന്. വേറെ ചിലർ വിചാരിക്കും പിന്നെ അവർക്ക് ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരണമല്ലോ, അതായിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം 3യുടെ ഒരു കുറച്ച് ന്യൂസൊക്കെ കേട്ടപ്പോൾ മുതൽ ഈ മനസ്സിൻ്റെ അകത്ത് കയറി ചിറകടിക്കാൻ തുടങ്ങിയതാണ് അതിഥികൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. അല്ല, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കയറി ഇറങ്ങി പോയതിൻ്റെ കഷ്ടപ്പാടാണല്ലോ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ആ പാവ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് ആ പെൺകുട്ടിക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ? അപ്പോൾ അത് ഇത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അല്ല, പിന്നെ ആലോചിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളും നല്ലൊരു വക്കീലും അത്യാവശ്യം പണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുമല്ലോ. അപ്പോൾ പാവങ്ങൾക്കൊന്നും നീതിയൊന്നും കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ വന്നിട്ട് പോകുന്നവരെയാണ് നാം അതിഥികളെന്ന് പറയുന്നതല്ലേ. പക്ഷെ ദൃശ്യത്തിലെ വരുണ് വന്നിട്ട് പോയില്ല. അല്ല, പോവാവിട്ട് ജോർജ് കുട്ടിച്ചായനും ടീമും സമ്മതിച്ചുമില്ല. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഗസ്റ്റ് ഗോസ്റ്റ് ആവുന്നു എന്ന് പറയുന്നല്ലേ. കുഞ്ഞിലൊക്കെ നമുക്കൊക്കെ ലോകത്തിലെ വലിയ അത്ഭുതങ്ങളായിട്ട് തോന്നിയത് ഈ ഏക മഹാത്ഭുതങ്ങളൊന്നും അല്ല, അത് നമ്മുടെ അമ്മമാരുടെ അന്യൻ ചാർജിങ് മൂഡ് വിത്ത് മുടിഞ്ഞ സ്പീഡാണ്. വീട്ടിൽ ആരെങ്കിലും അതിഥികളായിട്ട് വരുന്നുണ്ടെന്ന് വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആമസോൺ കാർഡ് പോലെ കിടന്ന നമ്മളെ വീടൊക്കെ പിന്നെ മറ്റേ ഫോട്ടോഷൂട്ടിന് റെഡിയായ ലൊക്കേഷൻ പോലെ ആയിരിക്കും. ഇതിനെയൊക്കെ നമ്മൾ ക്ലീനിങ് എന്നൊന്നും പറഞ്ഞ് കൊച്ചാക്കാൻ പാടില്ല, ഒരു മിന്നൽ ഓപ്പറേഷൻ. അപ്പോഴാണ് നമ്മൾ വീട്ടുകാർ ഒരേ മനസ്സോടെ ഒരേ മെയ്യോട് കൂടി പ്രവർത്തിക്കുന്നത്. അതിഥികളൊക്കെ വന്ന് കയറി ഇരുന്ന് കഴിയുമ്പോൾ അമ്മയുടെ ഒരു സ്നേഹത്തോടെ ഒരു വിളിയുണ്ട്, ഡാ മക്കളെ. നമ്മൾ വിചാരിക്കും ഇത്രയും സ്നേഹമൊക്കെ നമ്മളടുത്ത് ഉണ്ടാന്ന്. വേറൊന്നും കൂടെ അല്ല, നമുക്ക് പിന്നാമ്പുറം വഴി ഓടി പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത 5 സ്റ്റാർ കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ ഇങ്ങനെ അവരുടെ മുമ്പിൽ ഇങ്ങനെ നിരന്നിരിക്കണതാണ്. അടുക്കളയിലോട്ടൊന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചായ അറിഞ്ഞ സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ പാത്രവും ഇപ്പോഴും അടുക്കളയിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതിഥികൾ പറഞ്ഞാൽ പോലും അതിൽ നിന്നൊരു പലഹാരം എടുത്ത് നമുക്ക് വായി വെക്കരുത്. പക്ഷെ നമ്മൾ ഉള്ളുകൊണ്ട് അമ്മേ 3 പ്രാവശ്യം വിളിക്കും, ഈ വന്ന മാമനും മാമിക്കൊക്കെ ഷുഗർ ഉണ്ടാവണേ, ആ ലഡുവിൽ മാത്രം കൈ വയ്ക്കല്ലേ എന്ന്. കാര്യമൊക്കെ പറഞ്ഞു തീർന്ന് അതിഥികൾ അങ്ങോട്ട് ഓടുമ്പോൾ പിന്നെ വീട്ടിലുള്ളൊരു മാരത്തോൺ ഓട്ടമാണ്. ഞാനും എൻ്റെ ചേട്ടനൊക്കെ ആ ലഡുവിൻ്റെ അടുത്തോട്ടും അമ്മ നേരെ 5 സ്റ്റാർ കപ്പും പ്ലേറ്റൊക്കെ എടുത്ത് മ്യൂസിയത്ത് തിരിച്ചു വെക്കണ്ടേ, അതിനു വേണ്ടി. ആഹാ, ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. ഇപ്പോൾ നമ്മൾ അമ്മ റോൾ എത്തിയപ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ വെപ്രാളം ഒന്ന് മനസ്സിലാവുന്നത്. അന്ന് അമ്മ കാണിച്ച വെപ്രാളമൊക്കെ ഇപ്പം നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മളെ മക്കൾ കാണിച്ചതൊന്നും അല്ല നമ്മുടെ മക്കൾ ഇപ്പോൾ കാണിക്കുന്നത്. അതിഥികളുടെ കൂടെ കയറി അവർ കൈവയ്ക്കുന്നതിന് മുമ്പ് ചാടി വീണ് കൈവയ്ക്കും. വല്ല കഥകളിയും മുദ്രയും കാണിക്കാമെന്ന് വിചാരിച്ചാൽ ചവിട്ട് നാടകം അവരെ മുമ്പ് വെച്ച് നമ്മൾ കാണേണ്ടി വരും. എന്നാൽ തീരെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് 2 മാർഗ്ഗം കളിയുടെ സ്റ്റെപ്പ് നൈസായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുച്ചിപ്പൊടിയുടെ പ്ലേറ്റൊക്കെ ഇങ്ങനെ പറന്ന് വരുമോ എന്ന് പേടിച്ചിട്ട് ടേബിളോ പോലെ നമ്മളങ്ങനെ അനങ്ങാതെ അങ്ങ് നിൽക്കും അല്ലേ. അതുപോലെ അസമയത്ത് കയറി വരുന്ന കുറച്ച് അതിഥികളുണ്ട്, യാതൊരു മുന്നറിയിപ്പും തരാതെ. എൻ്റെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ആ പുലിക്കളി വേറെ മേണു മാമിനെ പോലെയുള്ള ടീമുകളൊക്കെ കയറി വന്ന ഉടനെ പൊന്നുമോളെ നിന്റെ ചിക്കൻ കറി, വൗ, വീണില്ലേ നമ്മൾ അപ്പോൾ ഓടും സുശീലാമിൻ്റെ കോഴി എറിഞ്ഞു തള്ളിയുടെ. ആ കോഴിയുടെ ആയുസിൻ്റെ ബലം കൊണ്ട് അത് വല്ല കൊന്നേരം മണ്ടയ്ക്ക് അങ്ങ് പറന്നങ്ങ് കയറും. പിന്നെ തിരിച്ചു വന്ന് കുറച്ച് ചോറും സാമ്പാറും ചമ്മന്തിയും വല്ല അയലേരെ ചാളയുടെ കരിവാടൊക്കെ പൊരിച്ചങ്ങോട്ട് കൊണ്ട് വെച്ചെടുക്കുമ്പം ആർത്തി പൂണ്ടിട്ട് ആ കൊക്കോപ്പൂയി മാമൻ ആ കരിവാടിൻ്റെ മുള്ളെടുത്ത് തൊണ്ടേ കുരുക്കും. പിന്നെ വല്ല പച്ചച്ചോറ് ഉരുട്ടിക്കൊടുത്തോ പാളയം കൂടെ പഴം ഞവടി കൊടുത്തോ ആ മുള്ളൊന്ന് താഴോട്ട് ഇറക്കുമ്പോഴത്തേക്ക് ആഞ്ഞു ശ്വാസം വലിച്ചിട്ട് അടുത്ത പണി, വൈകിട്ട് ചായക്ക് എന്താ കടിയും. ഈ അതിഥികളൊക്കെ വരണതും പോണതും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ചിലവരുണ്ട് ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന് വീട് കളന്ന് സാങ്ഷൻ തരാൻ പറഞ്ഞവരെ പോലെ. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇത് മാർബിളാ ടൈലാ, ആ കിണറ്റിൽ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ അതോ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണോ, ഈ തെങ്ങിന്ന് തേങ്ങ കിട്ടണുണ്ടോ? ഇല്ല അമ്മി, കുറച്ച് നാളായിട്ട് മാങ്ങയാണ് കിട്ടണേന്ന് പറയണമെന്ന് നമുക്ക് നാക്കൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു വരും. മിണ്ടരുത്. വല്ലതും നിങ്ങൾ മിണ്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുടുംബശ്രീയിലോ അല്ലെങ്കിൽ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മളിങ്ങനെ പറന്ന് നടക്കും. മരുമക്കളെ ഇപ്പോഴും അതിഥികളായിട്ട് നോക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും സ്നേഹത്തോടെയും ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെ ചായയൊക്കെ കൊടുത്ത് കുടിച്ച ചായ ഗ്ലാസ് പോലും കഴിവയ്ക്കാൻ സമ്മതിക്കാത്ത സ്നേഹനിധികളായ അമ്മായിയമ്മമാരെ പറ്റിയാണെന്നല്ലേ. ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഇരിപ്പിലും നടപ്പിലും നോക്കിലും നീ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നവളാണ്, മറ്റേ വരുണിനെ പോലെ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഞങ്ങൾ ജോർജ് കുട്ടി ഫാമിലിയെ പോലെ കുഴിച്ചിടം പോലും കാണാതെ കൊന്നുകളയുമെന്ന് പ്രവൃത്തിയിൽ എഴുതി വെക്കുന്ന പോലെ നമുക്കങ്ങ് തോന്നും. ഇത് എല്ലാവരെ പറ്റിയല്ല കേട്ടോ, ചുരുക്കം ചിലവരെ പറ്റി. കാലം എത്ര കഴിഞ്ഞാലും വണ്ടി കയറാത്ത കുറച്ച് അമ്മായിമ്മമാർ ഇപ്പോഴും ഉണ്ട്.
എന്നാൽ വേറെ ചിലരുണ്ട് കേട്ടോ, മരുമക്കളായിട്ട് മരുമക്കൾ വന്ന് കയറുമ്പം നിലവിളക്ക് ആദ്യമേ കൈ കൊടുത്തിട്ട് മക്കളെ സ്വന്തം വീട് പോലെ കാണണമെന്നും പറഞ്ഞ് ആദരിച്ച് കൊണ്ട് കയറും. ആ പെണ്ണുങ്ങളുണ്ടല്ലോ, നേരെ പോയി വക്കീലിനെ വിളിച്ച് പ്രമാണം കൊണ്ടുവരും. എന്തായാലും വാക്കാ പറഞ്ഞാൽ പോരെ, എഴുതി തന്നിട്ടേ ഞാൻ ഇനി ഇവിടെ ജീവിക്കണുള്ളൂ എന്നും പറഞ്ഞു. എന്തിന്? കെട്ടിച്ചു വിട്ട മോള് പോലും സ്വന്തം വീട്ടിൽ അതിഥികളായിരിക്കുന്ന കാലമാണ്. അവളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ ഉടനെ അവളുടെ റൂം ഇപ്പം ഗസ്റ്റ് റൂം ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല പെൺമക്കളും, കെട്ടിച്ചുവിട്ട പല പെൺമക്കളും ആ ചെന്ന് കയറുന്ന വീട്ടിൽ ഇനി എത്രയൊക്കെ വേദന ഉണ്ടെങ്കിലും അവിടെ സഹിച്ചങ്ങ് നിൽക്കും. കാരണം അവിടെ നിൽക്കുമ്പോൾ ശരീരം മാത്രമേ വേദനിക്കുകയുള്ളൂ. തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പം കിട്ടുന്നത് കൊണ്ട് മനസ്സ് വേദനിച്ചാലോ അത് ചിലപ്പം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ്. ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം, ക്രിസ്മസ് ആയാലോ, കരോളിൻ്റെ ഇടയിൽ ആറ്റിയാൽ പൊങ്കാല വയ്ക്കുന്നു എന്ന് പറയൂല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, കെട്ടിച്ചയക്കുന്ന മോക്ക് എത്ര സ്വർണ്ണാഭരണങ്ങൾ ഇടുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ അവൾക്കായിട്ട് ഒരു മുറി തുറന്നിട്ടാൽ മതി. അവൾ ഏത് പ്രായത്തിലും ഇനി സന്തോഷത്തോടെയോ സങ്കടത്തോടെയോ കുടുംബത്തോടെയോ അല്ല ഒറ്റയ്ക്കോ വന്നാൽ അവൾക്കായിട്ട് ഒരിടം. അത് നിങ്ങൾ കെട്ടിച്ചയച്ചിട്ട് ഇപ്പം ഏതോ വീട്ടിൽ അതിഥി തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ മോളില്ലേ, അവൾക്ക് അതൊരു ആശ്വാസമാണ്, തണലാണ്, ധൈര്യമാണ്, കരുതലാണ്. അതിഥികളുടെ കാര്യം പറയുമ്പോൾ ടൂറിസത്തിന് വെറുതെ വിടാൻ പറ്റുമോ? ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തിൻ്റെ സ്വന്തം നാട്. ആഹാ, എന്ത് രസമല്ലേ! കടലും കായലും മലകളും കുന്നും വയലും പ്രകൃതി രമണീയമായ പച്ച പരവതാനി വിരിച്ച പോലെ നമ്മുടെ കേരളം. നമ്മുടെ ഓരോ വർഷത്തെ ടൂറിസ്റ്റുകളുടെ കണക്കെടുത്താൽ അറിയാം, ഓരോ വർഷം അത് കൂടിക്കൂടിയാണ് പോകുന്നത്. നമ്മളിൽ എത്ര പേര് കേരളം മുഴുവനായിട്ട് കണ്ടിട്ടുണ്ട്? അതങ്ങനെ അലക്കൊഴിഞ്ഞിട്ടല്ലേ കാശിക്ക് പോകാൻ സമയമുള്ളൂ? അലക്ക ഉള്ളതൊക്കെ അവിടെ കിടക്കട്ടെ, ഒന്ന് കറങ്ങി വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അലക്കാം. എന്ത് തരം ടൂറിസം കേരളത്തിൽ ചിലവാകും? കേട്ടിട്ടില്ലേ രാഷ്ട്രീയ ടൂറിസം? അതെന്തെന്നല്ലേ ഇപ്പം ചേട്ടൻ വിചാരിച്ചത്? അതെ, പൊളിറ്റീഷ്യന്മാർ പാസ്പോർട്ട് താഴെ വയ്ക്കാതെ ഇങ്ങനെ പറന്ന് നടക്കുന്നില്ലേ, അതിനെപ്പറ്റിയൊന്നും അല്ല പറഞ്ഞത്. ഈ രാഷ്ട്രീയക്കാർ പാർട്ടി മാറി ഗസ്റ്റായിട്ട് കസേര തേടി പോകുന്നില്ലേ, അക്കാര്യമാണ് പറഞ്ഞത്. അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ ഞങ്ങൾ സ്ഥിരതയിലല്ല സാധ്യതകളിലാണ് വിശ്വസിക്കുന്നു എന്നതാണ്. അവരുടെ അസാമാന്യ കഴിവ് അതിവേഗം ഏത് പാർട്ടി ചിഹ്നത്തിലും മാസ്ക് ധരിക്കാൻ കഴിയും എന്നതാണ്. ആദ്യമൊക്കെ നല്ല രസമാണ്, വിളിച്ച കല്യാണത്തിന് പോകുന്ന പോലെ മുഖ്യ അതിഥി പോലെ ക്ഷണിച്ചങ്ങ് കൊണ്ടിരുത്തും. പിന്നെ ഈ സപ്ലൈ എഴുതാൻ കോളേജിൽ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. മൈൻഡൊന്നും ഉണ്ടാവില്ല. അതിഥികൾ ഇനി ആരോ ആയിക്കോട്ടെ, അവർ അതിഥികളാണോ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിഥികളെ ദേവന്മാർക്കൊപ്പം കാണുന്ന ഒരു ഭാരത സംസ്കാരത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. പക്ഷേ പറയാനുള്ളത് ഇനി എന്ത് തന്നെ ആയാലും മുഖത്ത് നോക്കി പറയും. കാരണം ഇത് നമ്മുടെ കേരളമാണ്, ഇവിടെ നമ്മൾ ഇങ്ങനെയാണ്. ഓൾവേസ് വെൽക്കം. താങ്ക് യു.